വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇന്നലെ ഹോളിഡേ ആയിരുന്നല്ലോ. അപ്പോൾ എറണാകുളത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റോബോട്ടിക് എക്സിബിഷൻ കാണാൻ പോയിട്ടാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഇങ്ങനെ ഒരു എക്സിബിഷന് പോയിട്ടില്ല. നമ്മൾ സാധാരണ ടി വിയിലും അല്ലെങ്കിൽ ന്യൂസുകളിലൊക്കെയാണ് റോബോട്ടിനെ കുറിച്ച് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ റോബോട്ടിനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന റോബോട്ടിനെയാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് വെൽക്കം റോബോട്ടാണ്. ഇത് നമ്മൾ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു റോബോട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ തരാനായിട്ട് ഒരാൾ നിന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ അതിൻ്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെയാണ് പോയത്. ലാസ്റ്റ് ഡേ ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ എൻട്രി ഫീസ് ഉണ്ട്. 50 റുപ്പീസാണ് എൻട്രി ഫീസ് ഒരാൾക്ക് കയറാനായിട്ട്. എന്തായാലും വളരെ സൂപ്പറാണ് കേട്ടോ അത്. അടുത്ത റോബോട്ടിനെ കണ്ട ഇവന് ബ്രെയിൻ വരയ്ക്കുകയാണ് കേട്ടോ. അവന് പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് അവന് ഇൻ ചെയ്യുന്ന അനുസരിച്ച് അവൻ വരച്ച് തരുന്നുണ്ട് നമ്മൾക്ക്. അതേപോലെ തന്നെ ഈ റോബോട്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം പിക്ക് ചെയ്തിട്ട് അടുത്ത പ്ലേസിലേക്ക് കൊണ്ടുപോയി വയ്ക്കും. അടുത്ത റോബോട്ട് നോക്കിയേ, ഇതിങ്ങനെ റെയിലായിട്ട് പോയിട്ട് ആവശ്യമുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഹോട്ടലിലൊക്കെ അതാത് ടേബിളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കും എന്ന് കാണിക്കുന്നത് പോലത്തെ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി റോബോട്ട്സാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. എന്തായാലും നമ്മൾ ഇതൊക്കെ ടി വിയിൽ സിനിമകളിലൊക്കെ കണ്ടിട്ട്, പിന്നെ ചൈനക്കാരുടെ ഏതൊക്കെയോ ഹോട്ടലുകളിൽ നമ്മൾ ഇത് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം കാണുന്നത്. So these robots will be useful in the production of the glass industries. Okay, because we need to take the glass pieces and place it properly, right? For that application, these robots will be using it. Okay, so to make sure of that glass will be in a uniform movement, here the sliding rail mechanism will be provided, so that the robots moves in the particular. ഇനി ഈ കാണുന്ന റോബോട്ടില്ലേ, ഇതിങ്ങനെ കുഴികളിൻ്റെ ഉള്ളിൽ പോയിട്ട് തുരന്നെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണ റോബോട്ടാണ് കേട്ടോ. നമ്മുടെ ഖാനയുടെ ഉള്ളിൽ അങ്ങനെ കുഴിച്ച് പോയി ഡിഗ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഡെലിവറി റോബോട്ട്സ് ആണിത്. ലൈക്ക് ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് മെഡിസിൻസ് ഓരോ റൂമിലേക്ക് ഡെലിവറി ചെയ്യാനും, അതുപോലെ ഹോട്ടൽസിലേക്ക് റൂം സർവീസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് മാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഈച്ച് ഫ്ലോർ ബേസ് എന്ന രീതിയിൽ എലിവേറ്ററൊക്കെ തനിയെ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ്. റഡാർ സിസ്റ്റം വരുന്നുണ്ട്. ഒബ്ജക്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ തനിയെ സെൻസ് ചെയ്യാൻ വേണ്ടി താഴെ സെൻസർ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇൻവെൻറ്റ് വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ വെയിറ്റേഴ്സൊക്കെ പോലെ യൂസ് ചെയ്യണം. റെസ്റ്റോറൻറ്റ്സിൻ്റെ ഉള്ളിൽ വെയിറ്റേഴ്സിനൊക്കെ പോലെ യൂസ് ചെയ്യണം. ഓരോ ടേബിൾ ആ സെറ്റ് കൊണ്ട് തന്നെ ആ ടേബിൾ വൈസ് ഡെലിവറി ചെയ്യണം. ഓരോ ടേബിളിൽ കൊണ്ട് കൊടുക്കും. ഇത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ. ഫെർട്ടിലൈസേഴ്സൊക്കെ ഇടാനും ഒക്കെ യൂസ് ചെയ്യുന്ന റോബോട്ടാണ്. അതിൻ്റെ എല്ലാം പല മോഡിൽ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് കേട്ടോ. കൂടുതലും പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ് ഡൗട്ട്. അവർക്കാണ് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം പോലെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണതായിട്ട് തോന്നിയത് കേട്ടോ. ഈ റോബോട്ട് ഇതേ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷൻ കാണിക്കുന്ന റോബോട്ടാണ് കേട്ടോ. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ കൈ പിടിക്കുന്നതിൻ്റെയൊക്കെ പൊസിഷനും ഡയറക്ഷനും ഒക്കെ തെറ്റുണ്ടെങ്കിൽ അത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അവർക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ്, ടെക്സ്റ്റ് ബുക്കിൽ കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇടുവാണെങ്കിൽ ആ കണ്ടന്റ് നമ്മൾ ചോദിക്കും പറഞ്ഞു. ഇതിനെ കളിക്കാനുള്ള റോബോട്ടാണ്. ഇത് പിള്ളേരുടെ കയ്യിലേക്ക് കൺട്രോൾ കൊടുക്കുന്നുണ്ട്. വളരെ ഹാപ്പിയാണ് ഇപ്പോൾ എല്ലാവരും. ഇതിൽ നമ്മൾ പറയുന്ന മോഡലുകൾ റോബോട്ട് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള റോബോട്ടിനെയാണ് ഇവിടെ കാണുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള മോഡലുകളാണ് വെച്ചിരിക്കുന്നതെല്ലാം കേട്ടോ. ഇനിയുള്ള ഓരോ ഭാഗവും നമുക്ക് കളിക്കാനുള്ളതും അതേപോലെ തന്നെ കാണാനുള്ളതും, അതായത് എൻട്രി ഫീസ് കൊടുത്തിട്ട് കാണാനുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്ട്രാ. നമ്മൾ ആദ്യം കൊടുത്ത 50 റുപ്പീസ് കൂടാതെ സ്പെഷ്യൽ ഓരോന്നിലും കയറാനായിട്ട് എൻട്രി ഫീസ്. അപ്പോൾ ഗെയിംസ് അങ്ങനെ എല്ലാത്തിനും 50 റുപ്പീസാണ് കേട്ടോ. അതേപോലെ ഡ്രോൺ ഉണ്ട് ഒരു സ്ഥലത്ത്. വളരെ ഇതിനകത്തുള്ള ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഈ ഡ്രോൺ. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനുള്ളത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു എന്ന് ആദ്യം പറഞ്ഞല്ലോ. ഞങ്ങൾ പോയത് ഒരു ഉച്ച നേരത്താണ്, ഒരു 12:30 ആ സമയമായപ്പോഴാണ് ഞങ്ങൾ അതിനകത്തേക്ക് കയറിയത്. ആ സമയത്തായിട്ടും കൂടി ഭയങ്കര റഷായിരുന്നു കേട്ടോ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ പാർക്കിംഗ് സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ ദൂരം വണ്ടി ഇട്ടിട്ട് നടന്നിട്ടാണ് കേട്ടോ വന്നത്. വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. റോഡിൻ്റെ സൈഡിലിട്ടിട്ട് പോലീസ് പെറ്റിയടിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.